ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിത് പുതിയൊരു വീഡിയോ അല്ല ഗൈസ്. നമ്മളിത് ഈ ഫുട്ബോൾ ഒരു ടൂർണമെൻറ്റ് നടത്താൻ പോവാണ്. ഒരു എട്ട് ടീമുണ്ട്, 8 പ്ലെയേഴ്സ്. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇതിൻ്റെ ഒരു ഫ്രണ്ട്ലി മാച്ച് മാത്രമാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഡിസ്കോഡിൽ ഇതായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്താണ് അവരുടെ മാച്ച് ഞാൻ കാണുന്നത്. ഇത് ഞാൻ കളിക്കുന്നില്ല. അപ്പോൾ രണ്ടുപേരും പ്ലേ ചെയ്യുവാണ്. അസീം FC ആൻഡ് അമൽ FC ആണ് കളിക്കുന്നത്. ഇതിപ്പോൾ അവരുടെ മാച്ച് നമുക്കൊന്ന് കാണാം. ഇത് ഫ്രണ്ട്ലി ആണ്, ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇന്നിപ്പോൾ കളിക്കുന്നത്. ടെസ്റ്റ് മാച്ചാണ് കേട്ടോ. അത്യാവശ്യം ലാഗുണ്ട്. അവർക്ക് ലാഗില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. കളിക്കുന്നവർക്ക് ലാഗ് കുറവാണ്, അതുകൊണ്ട് വലിയ ഇഷ്യൂ കാണത്തില്ല. ഗൈസ്, മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഒരു ഷോട്ടാണ് കണ്ടത് അമലിൻ്റെ ഭാഗത്തുനിന്ന്. നല്ലൊരു പാസിങ് ത്രൂ ഒരു പെലയുണ്ടല്ലേ. തമ്പിയുടെ ഭാഗത്തുനിന്ന് നല്ലൊരു പാസിങ് ആണ്. അവിടെ പീസ് ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കുന്നു. അമൽ FC അമലിന് നല്ലൊരു ചാൻസാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ലെന്ന് കാണാൻ പോലും പറ്റിയില്ല. മെസ്സിക്ക് നല്ലൊരു ചാൻസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കണ്ടത് പെലെ. വീണ്ടും നമ്മളിത് പെലയും കൊണ്ട് ക്രോസ് നല്ലൊരു ഹെഡ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ നല്ലൊരു ഡിഫൻസാണ് തമ്പിയുടെ ഭാഗത്ത് കണ്ടത്. തമ്പി FC അമൽ FC കാണുന്നത്. വീണ്ടും പെല എല്ലായിടത്തും ഉണ്ടല്ലോ. പെലയുടെ പാസ് ഫെയിലായി, മിസ് പാസ് ആയിരിക്കുന്നു. തമ്പിയുടെ ഭാഗത്ത് നല്ല ക്രോസ് മിസ് ചെയ്ത് നല്ല രീതിക്ക് ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കുന്നു. വീണ്ടും പെലെ. മെസ്സി കിട്ടില്ല. ഒരു അഡ്വാൻസിങ് ആണ് നമ്മുടെ ഭാഗത്ത് കണ്ടത്. തമ്പിയുടെ ഭാഗത്ത് നല്ലൊരു ഗോളിയും കൊണ്ട് നല്ലൊരു അഡ്വാൻസ് ചെയ്തൊരു കളിയാണ് കണ്ടത്. വീണ്ടും അവിടെ മെസ്സിയുടെ നല്ലൊരു ക്രോസ്. ആ ത്രൂ അവിടെ വണ്ടക്കിൻ്റെ കാലുകളിൽ ഭദ്രമായി പിടിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും തമ്പിയുടെ ഭാഗത്ത് നല്ലൊരു പാസിംഗ് ഗെയിം കാണാം. തമ്പി നല്ല രീതിക്ക് ഒരു പാസ് കളിക്കുന്നു. തമ്പി വീണ്ടും എംബാപ്പയോട് നല്ലൊരു ഫേക്ക് എടുത്ത് നെയ്മർ വെച്ച് ഷോട്ട്. നമ്മളുടെ ഭാഗത്ത് നല്ലൊരു ബ്ലോക്കാണ്. നല്ലൊരു ഷോട്ടായിരുന്നു, നല്ലൊരു ലോങ് റേഞ്ച് ഷോട്ടായിരുന്നു കണ്ടത് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നല്ലൊരു നല്ല കളി കളിക്കുന്നുണ്ട്. വീണ്ടും ഇവിടെ അമലിൻ്റെ ഭാഗത്ത് നല്ലൊരു അതൊക്കെ എന്തിനു കളിക്കുന്നു. വീണ്ടും തമ്പിയുടെ ഭാഗത്ത് നല്ലൊരു പാസിങ്. അമലത് കൃത്യമായത് പിടിച്ചിരിക്കുന്നു. വീണ്ടും പെലെ അതെന്തോ കാണിച്ചു. ബാക്കിലോട്ട് നല്ലൊരു കളി കളിച്ചു. പക്ഷേ അവിടെ തമ്പിയുടെ ഭാഗത്ത് പിടിച്ചിരിക്കുന്നു. കമോൺ, തമ്പി നല്ലൊരു പാസിംഗ് ഗെയിമാണ് കാണിക്കുന്നത്. തമ്പി നല്ലൊരു പാസിംഗ് ഗെയിമാണ്. നല്ലൊരു ക്രോസ് കൊടുക്കാനുള്ള അവസരമുണ്ട്. ക്രോസ് ചെയ്യുന്നില്ല. മെസ്സിക്ക് വേണ്ടി ഡ്രിബിൾ ചെയ്ത് അകത്ത് കയറാനുള്ളൊരു കാര്യമാണ് തമ്പിയുടെ ശ്രമിച്ചത്. വീണ്ടും തമ്പിയുടെ ഭാഗത്ത് നല്ലൊരു പാസിംഗ് ഗെയിം കാണാൻ പറ്റുന്നുണ്ട്. കമോൺ, മിസ് പാസ് ആയിരിക്കുന്നു. മെസ്സി ഇനി അമലിൻ്റെ ഒരു ത്രൂ പാസ് ടു പെലെ. പെലെ അവിടെ പിടിച്ച് കിട്ടുന്നു. വീണ്ടും തമ്പിയുടെ ഭാഗത്തു നിന്നുള്ളൊരു പാസിംഗ് ഗെയിം കാണാം. നല്ലൊരു പാസിംഗ്. വീണ്ടും പെലെ എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്. വാണ്ടൊക്കെ പിടിക്കുക കറക്റ്റായിട്ട്. കാണുന്നുണ്ട് പെലെ. നല്ലൊരു പാസ്. തമ്പി ഷോട്ട്. വാട്ട് എ ഷോട്ട്. ഇത് കിട്ടിയില്ല ഷോട്ടാണ് തമ്പി അടിച്ചത്. അങ്ങനെ 0-0 ഇന്ന് ഫസ്റ്റ് ഹാഫിലോട്ട് കിടന്നിരിക്കുന്നു. അപ്പോൾ സെക്കൻഡ് ഹാഫ് ആയിരിക്കുകയാണ് കേട്ടോ. സെക്കൻഡ് ഹാഫായി. വീണ്ടും തമ്പിയുടെ ഭാഗത്ത് നല്ലൊരു പാസിംഗ് ഗെയിം. തമ്പി മെസ്സി ഡ്രിബിൾ ചെയ്ത് കയറുന്നു. വീണ്ടും ഒരു പാസ്, ഒരു ഷോട്ട് എടുക്കാനുള്ള ശ്രമം അവിടെ നടന്നില്ല. വല്ലത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് പിടിക്കുന്നു. വീണ്ടും തമ്പിയുടെ ഭാഗത്ത് നല്ലൊരു പാസ്. മൈനസ് വെച്ച് പതൊക്കെ കളിച്ച് കയറി വരാനുള്ളതാണ് ഞാൻ തോന്നുന്നു. തമ്പി നല്ല പാസ്, നല്ലൊരു അവസാനം ഷോട്ട് എടുക്കുന്ന ഷോട്ട്. തമ്പി വാട്ട് എ ഷോട്ട്, വാട്ട് എ ഗോൾ. കിടില ഒരു ഗോൾ അടിച്ചിരിക്കുന്നു തമ്പി. നല്ല കിടില ഒരു ലോങ് റേഞ്ച് വിഷയം. നല്ലൊരു ഷോട്ടായിരുന്നു അത്. നമ്മളത് ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല അങ്ങനെ ഒരു ഷോട്ട്. പറയാതിരിക്കുമ്പോഴത്തേക്കും കിടില കളിയായിരുന്നു കേട്ടോ. കിടിലൻ ഷോട്ടായിരുന്നു തമ്പിയുടെ. കളി വേണ്ട അമലിൻ്റെ സൈഡിലോട്ട്. അമൽ 1-0 എന്ന ഗോൾ സ്കോർ ആയിരിക്കുകയാണ്. അമൽ FC 0, തമ്പി FC 1 ആണ് ഇപ്പോഴത്തെ അവസ്ഥ. വീണ്ടും അവിടെ നല്ലൊരു തമ്പിയുടെ ഭാഗത്ത് നല്ലൊരു പാസിംഗ് ഗെയിം. വീണ്ടും തമ്പി കിട്ടില്ല പാസിംഗ്. പക്ഷേ അമലത് കറക്റ്റ് മാർക്ക് ചെയ്ത് പിടിച്ചിരിക്കുന്നു. വീണ്ടും പെലെ ടു മെസ്സി. കമോൺ. വീണ്ടും മെസ്സിയുടെ കാലുകളിൽ ബോൾ വരുന്നു. ഒരു പാസിംഗ് ഗെയിമാണ് അമലവിടെ കാണിക്കുന്നത്. പക്ഷെ അങ്ങനെ നല്ലൊരു ഷോട്ട് കളിക്കാനുള്ള അവസരം. പക്ഷേ കൃത്യമായി തമ്പി അത് മാർക്ക് ചെയ്ത് പിടിക്കുന്നു. വീണ്ടും തമ്പിയുടെ ഭാഗത്ത് നല്ലൊരു കട്ടിങ് ആയിരുന്നു കണ്ടത്. പിന്നെ റോഡറി ഒന്ന് പിടിച്ച് കൃത്യമായിട്ട്. വീണ്ടും മെസ്സി
ഓ ഓടെ ഓ അവിടെ മെസ്സിനെ പിടിച്ചു കെട്ടുന്നു, പക്ഷെ മെസ്സി വീണു. കമോൺ. ഓ അമൽ വീണു. അമലിനൊരു ചാൻസ്. ഓ കൃത്യമായി അത് മാർക്ക് ചെയ്ത് തമ്പി അത് കറക്റ്റായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. ഒന്നും തന്നെ ചെയ്യാനാവുന്നില്ല. അമലിൻ്റെ പി ഒ വി എനിക്ക് അറിയില്ല, ലാഗുണ്ടോ എങ്ങനെയാണെന്ന്. വീണ്ടും മെസ്സി. അമലവിടെ ഒരു പാസിംഗ് ചെയ്യും. അമൽ ഓ ഫസ്റ്റ് ടൈം ഷോട്ട് എടുത്താൽ മതി. ഓ അങ്ങനെ അത് ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കുമായിരുന്നു, ഉറപ്പായിട്ട് ഗോൾ കയറിയാൻ. കളി 70-ാം മിനിറ്റിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. 70-ാം മിനിറ്റിലേക്ക് ഇതുവരെ ഗോൾ നേടിയത് തമ്പിയാണ്. നല്ലൊരു കോർണർ എടുക്കാനുള്ളൊരു ശ്രമം, ഒരു ഹെഡർ ഗോളിനായിട്ടുള്ള ശ്രമമാണ് അമൽ നടത്തുന്നത്. ഓ അത് അടിച്ച് വെളിയിൽ കളഞ്ഞിരിക്കുന്നു. വീണ്ടും ഒരു പാസിങ് നടന്നില്ല. ഇപ്പൊ ഇറങ്ങിയ ഫോഡൻ. ഫോഡൻ അമൽ നല്ല ലോങ് റേഞ്ചിൽ ശ്രമം, പക്ഷെ അവിടെ തമ്പി കൃത്യമായിട്ട് അത് മാർക്ക് ചെയ്ത് പിടിക്കുന്ന ഒരു കാഴ്ചയാണ്. അവിടെ നിന്ന് ലോങ് റേഞ്ച് അടുപ്പിക്കാം. ഓ ലോങ് റേഞ്ച് അടുപ്പിച്ചില്ല. വിഷയം ഏതാ ഡിഫെൻഡിങ് വിഷയം. പ്ലെയർ മാർക്കിംഗ് ആണ് തമ്പി ചെയ്യുന്നത്. കിട്ടില്ലായിട്ടാണ് പ്ലെയറിനെ മാർക്ക് ചെയ്യുന്നത്. സ്ക്വാഡ് ബേസ് നോക്കുവാണെങ്കിൽ തമ്പിയുടെ സ്ക്വാഡ് ഭയങ്കര സ്ട്രെങ്തിൽ നോക്കുവാണെങ്കിൽ ഭയങ്കര കുറവാണ്. അമലിൻ്റെയാണ് ഇവിടെ കൂടുതലുള്ളത്. ഫോണിൽ ഹെഡർ ഗോൾ. ഒന്നിനും നടക്കുന്നില്ല. അമലിൻ്റെ കയ്യിൽ നിന്ന് കളി വിട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വീണ്ടും അവിടെ ഒരു നല്ലൊരു പാസിങ്. അമൽ ഫോട്ടനെ വെച്ച് നല്ല പാസിങ്. ഹാളൻഡ് അവിടെ ലോറി എടുപ്പിക്കാം. ഓ കട്ട് ചെയ്യുന്നു. ഓ ഇതാണ് മാർക്കിങ്. കൃത്യമായി മാർക്ക് ചെയ്താണ് തമ്പി കളിക്കുന്നത്. കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വീണ്ടും ഫോട്ടനോട് റോഡ്രിയോട് കൃത്യമായിട്ട് എടുക്കുന്നു. ആൽബർട്ട് ഫോഡൻ, റോഡ്രി, റൈറ്റ്. ഓ വാണ്ടക് ഫൗൾ. വാണ്ടക്കിന് ഫോളാണ് കാണുന്നത്. എനിക്ക് കാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇല്ല, കാർഡില്ല. നോ കാർഡ്. മൊട്ടയാണ് കാർഡ് കൊടുത്തിട്ടില്ല. അമലിന് അനുകൂലമായ ഒരു ഫ്രീ കിക്ക്. വാണ്ടക്കിനെ കൊണ്ട് നല്ലൊരു പാസ് കൊടുക്കാനുള്ള ശ്രമം. കൃത്യമായ പാസ് ടു ഫോഡൻ. ഹാളൻഡ് കിട്ടും. ഒരു പാസ് കിട്ടില്ല ഗോൾ ബൈ അമൽ. ഞാൻ അവിടുത്തെ ചേർത്തില്ല. അത് പാസ് കൊടുത്താൽ മതി എന്ന് ഞാൻ അവിടുത്തെ ഇരിക്കുകയായിരുന്നു. ഫുട്ബോൾ നോക്കുകയാണെങ്കിൽ 1-1 ആയിരിക്കുകയാണ് കേട്ടോ. 1-1 ആയിരിക്കും. രണ്ട് ഭാഗത്തും നല്ലൊരു കളിയാണ് കണ്ടത്. പക്ഷെ തമ്പിയുടെ സ്ക്രീൻ ടൈം നോക്കുവാണെങ്കിൽ ഭയങ്കര കുറവാണ് അമലുമായിട്ടുള്ളൊരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ. 4 അടമിൻസന്മാർക്ക് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ അടിക്കാം, വേണമെങ്കിൽ അമലിന് വേണമെങ്കിൽ തിരിച്ചടിക്കാം. ഓ കളി തിരിച്ചു പിടിക്കാൻ ഇനി ഒരു 2 സെക്കൻഡ്. കമോൺ ആരെങ്കിലും അടിക്കടേ. കമോൺ ഗൈസ്. ഇവിടെ തമ്പി വീണ്ടും ഒരു സെക്കൻഡ് ഹാഫിൽ അമലാണ് കേട്ടോ കളിച്ച്. ഗൈസ് മാച്ച് ഉണ്ടായിരിക്കുകയാണ്. സ്കോർ ബോർഡ് നോക്കുകയാണെങ്കിൽ 1-1 എന്നുള്ളൊരു സ്കോറിൽ മാച്ച് ഉണ്ടായിരിക്കുകയാണ്. ഇതാണ് നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് ഒരു എന്താ പറയുന്നത്, ഒരു ഉദ്ഘാടന മാച്ച് അത്ര ഇത് കാണുന്നത് കേട്ടോ. അപ്പോൾ മാച്ചിൽ ആരും തന്നെ ജയിക്കുന്നില്ല. 1-1 എന്ന സ്കോറിൽ മാച്ച് ഇവിടെ സ്റ്റോപ്പാകുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഗൈസ് ടൂർണമെൻറ്റ് പറ്റുന്ന മാച്ചെല്ലാം ഞാൻ എന്തായാലും ഇത് ചെയ്യുന്നതായിരിക്കും. സ്ട്രീം ചെയ്ത് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ സ്ട്രീം ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ടൂർണമെൻ്റ് കാണുന്നവർ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു വലിയ ടൂർണമെൻറ്റ് എല്ലാവർക്കുമായിട്ട് നടത്തുന്നതായിരിക്കും. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ടൂർണമെൻറ്റ് നടത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്. ഇത്രയുള്ളായിരുന്നു വീഡിയോ.